Hi. In this video, we will look into one definition, almost everywhere, and an important, interesting lemma, Borel-Canley lemma. Okay. First, we deals with almost everywhere. The definition, almost everywhere. Okay. For a measurable set E, a property holds almost everywhere on E, or it holds for almost all x element of E, provided if there is a subset E naught of E for which measure of E naught equal to 0, and the property holds for all x element of E minus E naught. Okay. അപ്പോൾ എന്താണ് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്? We have a measurable set E and we define a property on E. It is called almost everywhere. That property is called almost everywhere. That means almost all elements of that set E satisfies that property. Okay, it does not say that every element satisfies that property. It means that almost everywhere, almost all elements. Okay, almost എല്ലാ എലമെൻസും ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. It doesn't mean that every element that satisfies that property. It means that almost every, okay, almost every element of that set satisfies that property. Then it is defined as, suppose we have a subset E naught. On that set E naught, the elements of E naught on that set, the property doesn't satisfy. The elements of that set E naught does not satisfy that property with measure 0. That means നമ്മളുടെ പ്രോപ്പർട്ടി എന്താണോ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു സെറ്റ്, അതാണ് നമ്മളുടെ ഈ നോട്ട്. ഓക്കെ, ആ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ എക്സ് സാറ്റിസ്ഫൈസ് ദാറ്റ് പ്രോപ്പർട്ടി എന്നാണ്. ഓൾമോസ്റ്റ് ഓൾ എക്സ് ഓഫ് ഇ സാറ്റിസ്ഫൈസ് ദാറ്റ് പ്രോപ്പർട്ടി. മീൻസ് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത വളരെ കുറച്ച് പേരുള്ളൂ അല്ലേ എന്നാണല്ലോ എൻ്റെ മീനിങ്. എന്നാണല്ലോ നമുക്ക് അതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? അതിങ്ങനെ ഡിഫൈൻ ചെയ്യാം. സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെൻറ്റ്സ് വരുന്ന സെറ്റ്, പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെൻറ്റ്സ് വരുന്ന സെറ്റിൻ്റെ മെഷർ 0 ആണ്. ഓക്കെ, മെഷർ ഓഫ് ദ സെറ്റ് ഇൻ വിച്ച് ദ പ്രോപ്പർട്ടി ഡസ് നോട്ട് സാറ്റിസ്ഫൈസ് ഈസ് ഓഫ് മെഷർ 0. ഓക്കെ, മെഷർ 0 ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടീനെ എന്ത് പറയുന്നു? ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയുന്നു. ഓക്കെ, ആ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. എന്താണ്? പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ മീൻസ് almost all elements of E satisfies that property. That is, if we have a set at which the property does not satisfy whose measure is of 0. സാറ്റിസ്ഫൈ ചെയ്യാത്ത പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത ആ കളക്ഷൻ ഓഫ് എലമെൻസിൻ്റെ മെഷർ 0 വരുന്നു. ക്ലിയർ? ദെൻ നൗ വി will check the Borel-Canley lemma. Sequence Ek be a countable collection of measurable sets for which summation measure of Ek less than infinity. Then almost all x belongs to R belongs to at most finitely many Ek's. Confusion ആകണ്ട, ഒന്നുകൂടി നിങ്ങൾ വായിക്കുക. Sequence Ek, we have a sequence countable collection of measurable set and measure of summation of measure of Ek less than infinity. Then lemma says that almost all x, real line le almost all x എന്ത് വരുന്നു? ഫൈനൈറ്റ്ലി മെനി ഈ കേസിൽ മാക്സിമം ഫൈനൈറ്റ്ലി മെനി ഈ കേസിലേ വരുന്നുള്ളൂ. അറ്റ് മോസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ഈ കേസിലെ എക്സിസ്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഓൾ എക്സ്. ഓക്കെ, ഓൾമോസ്റ്റ് എവറി എലമെൻറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു മാക്സിമം
എന്താണ് ഫൈനൈറ്റ്ലി മെനി ഈ കേസിലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എന്ത് വേണം പ്രൂവ് ചെയ്യുക? ഇൻഫിനിറ്റ്ലി മെനി ഈ കേസിൽ കാണുന്ന എക്സുകൾ അതിൻ്റെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെൻറ്റുകളുടെ മെഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? ഈ പ്രോപ്പർട്ടി എന്താണ് ഇവിടുത്തെ പ്രോപ്പർട്ടി? എലമെൻറ്റുകൾ ഫൈനൈറ്റ്ലി മെനി മാക്സിമം ഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈ കേസിലേ കാണത്തുള്ളൂ അല്ലേ? ഈ എക്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ്ലി മെനി ഈ കേസിലേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ നെഗേഷൻ പ്രോപ്പർട്ടി എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി ഈ കേസിൽ വരിക. അപ്പോൾ എക്സ് ഇൻഫിനിറ്റ്ലി മെനി ഈ കേസിൽ വരുന്ന കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് എക്സുകൾ എടുക്കുക, കളക്ഷൻ ഓഫ് എക്സ് എടുക്കുക, ദാറ്റ് സാറ്റിസ്ഫൈസ് ഇൻഫിനിറ്റ്ലി മെനി, ദാറ്റ് ബിലോങ്സ് ടു ഇൻഫിനിറ്റ്ലി മെനി കേസ്. ഓക്കെ, ആ കളക്ഷൻ അതിൻ്റെ മെഷർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, we have by our assumption sequence ek be a countable collection of measurable set and summation of measure of ek is less than infinity. Here we have to use the continuity of measure. Here we are going to define a descending sequence of measurable set. Okay, by defining bn is equal to union over k equal to n to infinity. Okay, note that it is k equal to n to infinity en. Okay, what about b1? b1 is b1 definition വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് യൂണിയൻ k equal to 1 to infinity. bn ആണെങ്കിൽ n to infinity. അപ്പോൾ b1 ആയപ്പോൾ ഇറ്റ് ഈസ് ഫ്രം k equal to 1 to infinity en ek. ഓക്കെ, അല്ലെങ്കിൽ n ഈക്വൽ ടു 1 to infinity എന്നായിക്കോട്ടെ. n ഈക്വൽ ടു 1 to infinity en or k ഈക്വൽ ടു 1 to infinity ek. Then what about b2? b2 എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫ്രം 2 to infinity അല്ലേ? അതായത് ഫസ്റ്റ് എലമെൻറ്റ് e1 അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ b1 എന്ന് പറയുന്നത് e1 യൂണിയൻ e2 യൂണിയൻ e3 യൂണിയൻ എക്സെട്രയാണ്. b2 എന്ന് പറയുന്നതോ e1 ഇല്ല, then second onwards e2 union e3 union etc. What about b3? It is e3 union e2 e3 union e4 union etc. Then from this definition itself we can easily see that bi's, this sequence, are descending. b1 എന്ന് പറയുന്നതാണ് അവിടെ സൂപ്പർ സെറ്റ്, ബിക്കോസ് b1 contains all the elements of this collection, e1 union e2 union etc. It is the union from e1 onwards. അപ്പോൾ b1 contains b2 because b2ൽ എന്തില്ല? e2 ഇല്ല, b1 e1 ഇല്ല, e2 മുതലുള്ള കളക്ഷനാണ് വരുന്നത്. സോ b1 contains b2. Similarly it contains b3. This is our nature. So we have a descending sequence, and given e case, these are all measurable set. Then countable union of measurable set is again measurable. So all these bi's are measurable also. So we have a descending sequence of measurable set. Then by the definition, b1 is union of e case from k equal to 1 to infinity. So measure of b1 is measure of union of ek. Then by countable subadditivity it is less than or equal to summation of measure of ek. By our assumption this summation is less than infinity, so we have measure of b1 is less than infinity. Okay, measure of b1 is less than infinity. Now by continuity of measure apply ചെയ്യണമെങ്കിൽ രണ്ട് പ്രോപ്പർട്ടി വേണമായിരുന്നു. എന്താണ്? ഒരു ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ് വേണം. ഫോർ ദ ഫസ്റ്റ് എലമെൻറ്റ് ഇറ്റ് ഈസ് ഓഫ് ഇൻഫൈനൈറ്റ് മെഷർ, ദാറ്റ് ഈസ് മെഷർ ഓഫ് b1 ഫൈനൈറ്റ് ആയിരിക്കണം. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. സോ വി ക്യാൻ അപ്ലൈ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ. സെക്കൻഡ് കേസ്, മെഷർ ഓഫ് intersection bn is same as limit of bn. n tends to infinity, measure of bn. Here our bn is union over k equal to n to infinity en. Then that is we can apply again the countable subadditivity, less than or equal to limit n tends to infinity summation k equal to n to infinity measure of en. അതവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 2.
and it is given that summation measure of ek is less than infinity. Here we assume that this value, this summation is s. Summation നമ്മൾ s എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ഫൈനൈറ്റ് സം, അതായത് summation k equal to 1 to n, we take it as sn. ഫസ്റ്റ് n ടേംസിൻ്റെ സം. ഓക്കെ, അത് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ sn is the partial sum sequence of this series. So we can write that s equal to limit of sn. Clear? sn ൻ്റെ ലിമിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ summation, നെക്സ്റ്റ് summation നോക്കുക. summation, this is the infinite sum. We subtract summation k equal to 1 to n minus 1. So what will be the remaining? n to infinity. Okay, ഇവിടെ 1 to infinity ആണ്. അതിൽ നിന്ന് നമ്മൾ 1 to n minus 1 subtract ചെയ്തു. Then the balance is n to infinity. Okay, and this is we denote it by s. This is our sn minus 1. So s minus sn minus 1 is summation k equal to n to infinity measure of ek. So now let n tends to infinity. So left side becomes, this is our s, this is the limit n tends to infinity sn minus 1, limit n tends to infinity sn minus 1. Here also limit n tends to infinity measure of ek, summation measure of ek. s independent of n ആണ് അല്ലേ. ദെൻ സെക്കൻഡ് ടേമോ sn minus 1ൻ്റെ ലിമിറ്റ് എന്താണ്? നമ്മൾ s എന്നാണ് നമ്മുടെ ഡെഫിനേഷനിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് s. So left side becomes 0. So right hand side also 0. Then now we apply equation 3 and equation 2 from 2 and 3. What is our equation 2? It is some measure of intersection of bn is less than or equal to limit n tends to infinity summation measure of en. ഇതാണ് equation 2. equation 3 എന്തായിരുന്നു? limit summation measure of ek is 0. Therefore measure of intersection bn is less than or equal to 0. Less than 0 is not possible, so it is equal to 0. Now substitute for bn. It is union over k equal to 1 n to infinity ek. That is measure of intersection of union of ek is equal to 0. Okay, ഇനി നമുക്ക് നോക്കാം. We consider x belongs to infinitely many ek's. Okay, x എന്ന് പറയുന്നത് infinitely many ek'സിലുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇൻഫിനിറ്റ്ലി മെനി ek'സിലുണ്ടെങ്കിൽ ബൈ അവർ കൺസ്ട്രക്ഷൻ എക്സ് എല്ലാ bk'സിലും കാണും. കാരണം എന്താണ്? b1 എന്ന് പറയുന്നത് e1 യൂണിയൻ e2 യൂണിയൻ e3 എക്സെട്ര ആണ്. b2 എന്ന് പറയുന്നത് e2 യൂണിയൻ e3 എക്സെട്ര ആണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ek'സിലുണ്ടെങ്കിൽ ഷുവർലി ഇറ്റ് ബിലോങ്സ് ടു b1 ആൻഡ് b2 b3 എക്സെട്ര. So it belongs to the intersection. Okay, intersection of bk. That means it belongs to x belongs to intersection of bk. ഇനി തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന വാല്യൂ നോക്കിയേ, മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് യൂണിയൻ ഓഫ് ഇ കെ. തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന ലൈൻ നോക്കിയാലും മതി. മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ബി എൻ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ലാസ്റ്റ്ലി പ്രൂവ് ചെയ്തത്. ദാറ്റ് മീൻസ് എക്സ് ഇവിടെ മെമ്പറാണ്, അതിൻ്റെ മെഷർ 0 ആണ്. അതായത് എക്സ് ഇൻഫിനിറ്റ്ലി മെനി ഇ കേസിലുണ്ട് എന്ന് അസ്യൂം ചെയ്താൽ മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ബി കെ ഈസ് 0. എൻ്റെ മീനിങ് എന്താണ്? ഇതിന് പുറത്ത്, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കളക്ഷൻ ഈസ് ഓഫ് മെഷർ 0. ദാറ്റ് മീൻസ് ഇതിന് പുറത്ത് വരുന്ന സെറ്റുകൾ ഓൾമോസ്റ്റ് എവരിവർ, ഓൾമോസ്റ്റ് ഓൾ എക്സ്, ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ഫൈനൈറ്റ്ലി മെനി ഇ കേസ്. ഓക്കെ, ഇൻഫിനിറ്റ്ലി മെനി ഇ കേസിലുണ്ട് എന്ന് അസ്യൂം ചെയ്തപ്പോൾ മെഷർ 0 ആണ് എന്നാണ് കിട്ടിയത്. അങ്ങനെ വരുന്ന എലമെൻറ്റുകളുടെ കളക്ഷൻ നമുക്ക് എന്താ കിട്ടിയത്? അതിൻ്റെ കളക്ഷൻ്റെ മെഷർ 0 ആണെന്നാണ് കിട്ടിയത്. അതിൻ്റെ മീനിങ് അതിൻ്റെ പുറത്ത് വരുന്ന സെറ്റ്, അതിൻ്റെ നെഗേഷൻ, അതായത് ഇൻഫിനിറ്റ്ലി മെനി എന്നുള്ളതിൻ്റെ നെഗേഷൻ ഫൈനൈറ്റ്ലി മെനി. ഫൈനൈറ്റ്ലി മെനി ഈ കേസിലാണ് ഓൾമോസ്റ്റ് ഓൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു at most finitely many e case. Okay.
നമുക്ക് ഓൾമോസ്റ്റ് ഓൾ എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഒരു ഡെഫിനീഷൻ പറയാം. ഒരു ഫങ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു 1 if x element of q and 0 if x not an element of q. ഈ ഫംഗ്ഷൻ എന്തായിരുന്നു? ഓക്കെ, യെസ്, ഇറ്റ് ഇസ് ഡെറിഷ്ലെസ് ഫംഗ്ഷൻ അല്ലേ? ഈ ഫംഗ്ഷൻ നിങ്ങൾ റിയൽ അനാലിസിസ് പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് റാഷണൽ പോയിൻറ്റ്സ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഇറാഷണൽ പോയിൻറ്റ്സ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് റാഷണൽ പോയിൻറ്റ്സ്. This we can say that from this definition we can say that f is continuous almost everywhere. F is continuous almost everywhere. This function, this f is continuous almost everywhere എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? f is continuous almost everywhere. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓൾമോസ്റ്റ് എവരിവെയർ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെങ്ങനെയാണ് പറയുക? അപ്പോൾ അത് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്ന സെറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. കണ്ടിന്യൂറ്റിയുടെ വയലേറ്റ് ചെയ്യുന്ന സെറ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു ഇറാഷണൽ പോയിൻറ്റ്സിൽ കണ്ടിന്യൂസ് ആണ്, റാഷണൽ പോയിൻറ്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്ന സെറ്റ് ഏതാണ്? റാഷണൽ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്ന കളക്ഷൻ ഓഫ് എലമെൻറ്റ്സിൽ മെഷർ 0 ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഈ റാഷണൽ പോയിൻറ്റ്സിൻ്റെ മെഷർ എന്താണ് എന്നാണ് അറിയേണ്ടത്. എന്താണ്? ക്യൂ, സെറ്റ് ഓഫ് റാഷണൽസ്, ഇത് കൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് മെഷർ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഇസ് 0. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ആ ഡെഫിനേഷനിൽ ഫംഗ്ഷൻ ഡിറിച്ലെറ്റ് ഫംഗ്ഷന് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവരിവെയർ ആണ്. ഓക്കെ, അതതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, താങ്ക് യു.